ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. അസാധാരണ ചാരുതയുള്ള ഒരു വാതുവെപ്പായിരുന്നു അത്. എന്താണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. നൈരാശ്യമായിരിക്കാം, കടുത്ത സങ്കടമായിരിക്കാം, എന്തുമാവട്ടെ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇല്ല, അവന്റെ ക്ഷതങ്ങളെ കണ്ടാലേ, എന്റെ വിരല് അവന്റെ തിരുവിലാവിലിട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ക്രിസ്തു എപ്പോഴത്തെ കണക്ക് തോൽക്കാൻ സന്നദ്ധയുള്ള ദൈവ, തോൽക്കുന്ന ഗുരുവ. വീണ്ടും ഒരിക്കൽ കൂടി അവനെ വീണ്ടെടുക്കാനായിട്ട് അവിടത്തേക്ക് വരേണ്ടതായി വരുന്നു. എന്നിട്ട് അവരുടെ മധ്യ വന്നിട്ട് തോമസിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വരിക തോമസ്, എന്റെ ക്ഷതങ്ങളെ കാണുക. ഒരുപക്ഷെ ബൈബിൾ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൊന്നായത്. ഏതൊരു ബന്ധത്തിന്റെയും ഏറ്റവും ആഴമുള്ള തലം ഇതാണ്. മറ്റൊരാളെ ക്ഷണിക്കുക, വരിക, എന്റെ ക്ഷതങ്ങളെ കാണുക. നമുക്ക് തന്നെ അറിയാം നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ബന്ധം വല്ലാതെ അടുപ്പമുള്ളതായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് മാറുന്നത്. ആദ്യം നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ പേര് ചോദിക്കുന്നു, പിന്നെ വീട്ടുകാര്യങ്ങൾ ചോദിക്കുന്നു, ഒരുപക്ഷെ തീരെ പ്രസക്തമല്ലാത്ത നാട്ടുകാര്യങ്ങൾ പറയുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും വിഷമമുണ്ടോ? എത്ര പെട്ടെന്നാണ് ഒരു ബന്ധം അഗാധമായിട്ട് മാറുന്നത്. ഏതൊരു ബന്ധവും ദൃഢമാകുന്നത് അപ്പോഴാണ്. ഒരാള് അയാളുടെ ക്ഷതങ്ങളെക്കുറിച്ച് ആരായുമ്പോൾ, ഒരാള് അയാളുടെ ക്ഷതങ്ങളെ കാട്ടിക്കൊടുക്കാനുള്ള ആർജവും കൈവരിക്കുമ്പോൾ. മനുഷ്യന്റെ ആ ക്ഷതങ്ങളിലേക്ക് ഒരു മൂന്നാം കണ്ണ് തുറന്നിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് മാത്രമേ ഈ സെൻസിറ്റിവിറ്റിയിലൊക്കെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ശരിക്കും ഒരാളുടെ ക്ഷതങ്ങളാണ് അയാൾ കാട്ടുന്ന ഈ കോമാളിത്തരങ്ങള്, അയാൾ പറയുന്ന ഫലിതങ്ങള്, അയാൾ കാണിക്കുന്ന ഈ പകിട്ടുകളൊക്കെ വാസ്തവത്തിൽ അയാളല്ല. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തട്ടിപ്പ. ശരിക്കും ഉള്ളത് ഒരാളുടെ ക്ഷതങ്ങളാണ്. അപ്പൊ അതിലേക്ക് പ്രവേശനം കിട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അയാളുടെ ആന്തരിക ലോകത്തിലേക്ക് ഒരു കിളിവാതിൽ തുറക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു ചലച്ചിത്രം, സ്പാനിഷ് ചലച്ചിത്രം കണ്ടു. വളരെ ഹൃദയസ്പർശിയായ ഒരു ചലച്ചിത്രമാണ്. അത് തുടങ്ങുന്നത് തന്നെ ഒരു ഒപ്പറ രംഗം കൊണ്ടാണ്. കഠിനമായ വ്യഥയോ നൈരാശ്യമോ ഹിസ്റ്റീരിക്കൊക്കെ ആയിട്ട് തോന്നുന്ന രണ്ട് സ്ത്രീകള് വളരെ ഫ്രാന്റിക്കായിട്ട് ഇങ്ങനെ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ആ കഠിന വ്യഥയുടെ ശരീര ഭാഷ കണ്ടിട്ട് ഒരാളിങ്ങനെ കണ്ണു നനഞ്ഞിരിക്കുക. ചിലപ്പോഴൊക്കെ അയാൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ആ കണ്ണീര് താഴെ കിറ്റി വീഴുന്നുണ്ട്. അയാളാണ് ആ ചലച്ചിത്രത്തിലെ നായകൻ. അയാള് കാളപ്പൂരിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുമായിട്ട് പരിചയപ്പെടുന്നു. വളരെ നിശ്ചയദാർഢ്യവും ധാർഷ്ട്യവും കരുത്തുമൊക്കെ ഒറ്റ നോട്ടത്തിൽ മാസ്കുലിനെന്ന് തോന്നിപ്പിക്കാവുന്ന ട്രേറ്റ്സ് ഉള്ള ഒരു സ്ത്രീ അത്. ഇയാളുടെ ആ ഒരു സൗഹൃദത്തെ ഒക്കെ അവൾ വളരെ കാലസായിട്ട് എടുക്കുക. എന്തോ ആവട്ടെ, ഒരു റൈഡിന് അവള് തയ്യാറാവുന്നു. ഇവളുടെ വീട്ടുമുറ്റം വരെ ചെല്ലുന്നവരെ അവളൊന്നും മിണ്ടുന്നില്ല. അവിടെ വന്ന് ഇറക്കുമ്പോൾ ഒരു നന്ദി പോലും പറയാതെ ഇവൾ അകത്തേക്ക് കയറിപ്പോവുക. പക്ഷെ ഇയാള് വണ്ടി വിട്ടു തുടങ്ങുമ്പോൾ അകത്തുനിന്ന് ഇവള് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചാണ് ഓടി വരിക. എന്നിട്ട് ഈ വാതിലെ വന്ന് തട്ടുകയാ, തുറക്ക്. എന്നിട്ട് അകത്ത് കയറിയിട്ട് ഇവളിങ്ങനെ വല്ലാതെ വിയർത്ത് വല്ലാതെ ഭയപ്പെട്ടിരിക്കുക. എന്തേ കാര്യം ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ദാ വീട്ടിൽ ചെല്ലുമ്പോ ഒരു പാമ്പുണ്ട് എന്റെ അപ്പാർട്ട്മെന്റില്. വേണമെങ്കിൽ ഇയാൾക്ക് ഇവളെ പരിഹസിക്കാം. കാരണം ആ പ്രഭാതത്തിൽ തന്നെ ഒരു കാളക്കൂറ്റിനെ തോൽപ്പിച്ച കരുത്തുള്ള സ്ത്രീയായത്. അവരൊരു പാമ്പിനെ കണ്ട് പേടിക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് ആവശ്യത്തിലേറെ ഫലിതത്തിന് സാധ്യതയുണ്ട്. പക്ഷെ ഇയാള് അഗാധമായ ആന്തരികതയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾ അവളെ പരിഹസിക്കുന്നില്ല. മറിച്ച് ആ പാമ്പിനെ കൊല്ലാമെന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അയാൾ അതിനെ കൊല്ലുന്നു. ഒരു വടിയിൽ തൂക്കി അതിനെ ആ പുറത്തുള്ള ഡസ്റ്റ്ബിനിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോകുമ്പോൾ ഇവള് കണ്ണാടിയിൽ അയാളുടെ ശരീരഭാഷ ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയ അത് അവളെ വല്ലാതെ തൊട്ടു. തിരികെ വന്ന് കാറിലേക്ക് കയറുമ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ കണക്കുള്ള സ്ത്രീകളെ നന്നായിട്ട് മനസ്സിലാകും. ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഫോബിയ കൊണ്ട് നടക്കുന്ന സ്ത്രീകളെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. കാരണം എന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ ഏക സ്ത്രീ, അവൾക്കും ഈ പാമ്പുകളെ വലിയ ഭയമാണ്. എത്ര പെട്ടെന്നാണ് ഒരു ബന്ധം അഗാധമായിട്ട് മാറുന്നത്. ഒരാളുടെ ഫോബിയകളെ അന്വേഷിക്കുക, ഒരാളുടെ വൾണറബിലിറ്റി അന്വേഷിക്കുക എന്നുള്ളതൊക്കെ അഗാധമായ ബന്ധത്തിലേക്കുള്ള ആദ്യ ചുവടാണ് തോന്നുന്നു. ഈ അഗാധമായ ബന്ധങ്ങളിലൊക്കെ സംഭവിക്കേണ്ട ഒന്നാണിത്, വരിക, എന്റെ ക്ഷതങ്ങളെ കാണുക എന്നുള്ളത്. എവിടൊക്കെ അതിന് മനുഷ്യർ തയ്യാറാവുന്നു അവിടൊക്കെ എത്ര സൗന്ദര്യമുള്ള ബന്ധങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എന്നിട്ടും ഒരുപക്ഷെ എന്തുകൊണ്ടാണ് പലരും അതിന് തയ്യാറാവാത്തത്? പലരും തങ്ങളുടെ മുറിവുകൾ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്ന മുറിവുകൾക്ക് മീതെയായിട്ട് ഇങ്ങനെ പല ചുറ്റിയാൽ മാത്രമേ മുറിവ് ഉണങ്ങിയുള്ളെന്ന്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം മുറിവിന് സൂര്യപ്രകാശവും ഇത്തിരി കാറ്റും ഒക്കെ കൊള്ളേണ്ട ആവശ്യമുണ്ട്. അതതിന്റെ ഹീലിംഗ് പ്രോസസ്സിനെ വളരെ സഹായിക്കും. അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വിശ്വാസ്യത അനുഭവപ്പെട്ട ഒരാളുടെ മുമ്പിൽ നിങ്ങളെ തന്നെ തുറന്നു കാട്ടുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്.
പക്ഷെ പുരുഷന്മാരെന്ന നിലയിൽ പലപ്പോഴും ഞങ്ങൾക്കതിന് പറ്റുന്നില്ല. ഒരുപക്ഷെ ഇവിടെ ആയിരിക്കാം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. സ്ത്രീ തന്റെ മുറിവുകളെ കുറിച്ച് പറയാനായിട്ട് ഇടം തിരയുന്നുണ്ട്. ഓഫീസിൽ വെച്ച് വല്ലാതെ പരിക്കേറ്റ, സഹപ്രവർത്തകരാൽ നിന്ദിക്കപ്പെട്ട, മേലധികാരികൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കഠിന വർത്തമാനത്തിന് വിധേയപ്പെട്ട ഒരു സ്ത്രീ ആദ്യ വണ്ടിക്ക് തന്നെ ഓടി വീട്ടിലേക്ക് എത്തുന്ന തന്റെ സങ്കടങ്ങളെ കുറിച്ച് പറയാനായിട്ട്. പക്ഷെ അതേപോലെ അനുഭവം അവളുടെ പുരുഷനും ഉണ്ടായെന്ന് വിചാരിക്കുക. പക്ഷെ അയാളത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്തോ പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള വ്യത്യാസം ഇത്. പക്ഷെ ഇത് വലിയൊരു റിലീഫ് തരുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ക്രിസ്തുവിന്റെ ബന്ധങ്ങളിലൊക്കെ ഒരു പ്രതലം പോലും മാസ്റ്ററിൽ ഇതായിരുന്നു. ക്രിസ്തുവിന് അഗാധമായ ബന്ധങ്ങളുണ്ടായിരുന്നു. വിശേഷിച്ചും സ്ത്രീകളൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ ക്രിസ്തുവിനെ കരുതി. ഈ അലഞ്ഞടക്കുന്ന ഈ മനുഷ്യനെ തങ്ങളെ പ്രിയപ്പെട്ടവനായിട്ട് തന്നെ അവർ ഗണിച്ചിട്ടുണ്ട്. മറിയായോട് ആര് പറയുന്ന കണക്ക് നസ്രത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വലിയ അസൂയ എന്നാ പറയുക. അതുകൊണ്ടൊക്കെയാണ് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത്, നിന്നെ ഊട്ടിയ മാറും നിന്നെ വഹിച്ച ഉദരവൊക്കെ എത്ര അനുഗ്രഹീതം. ഓരോ സ്ത്രീയും കാക്ഷിക്കുന്നുണ്ട് ഇത് കണക്കൊരു മകനെ കിട്ടാനായിട്ട്, ഇത് കണക്കൊരു പൊന്നാങ്ങളെ കിട്ടാനായിട്ട്. എന്താണ് ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട് ഇവനിൽ അവർ കണ്ട മതിപ്പ്? അവൻ സ്ത്രീകളുടെ സങ്കടങ്ങളെ ആരാഞ്ഞു എന്നുള്ള ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിള് ഉത്ഥാനത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. മാഗ്ദലിനെ മേരി ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുക്കലേക്ക് എത്തിയിട്ട് അയാൾ ചോദിക്കുന്നു, ഉദ്ധാനായ ക്രിസ്തുവിന്റെ ആദ്യത്തെ വാക്കുകൂടി അതാ, സ്ത്രീ നീ എന്തിനാ കരയണത്? അവൾക്കൊരു പുരുഷൻ ഉണ്ടായിരിക്കും, സ്വാഭാവികമായിട്ട് അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കുക എന്ന് കരുതുക. പക്ഷെ അയാൾ പോലും ഒരുപക്ഷെ ചോദിക്കാനായിട്ട് ധൈര്യപ്പെടാത്തൊരു വാക്കാത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ സ്ത്രീകൾ അന്നോട്ട് ഇന്നോളം ക്രിസ്തുവിന്റെ മുമ്പിൽ വാവിട്ട് കരയുന്നുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ പള്ളികളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഈ ക്രൂശ് രൂപത്തിന് മുമ്പിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സ്ത്രീകൾ വാവിട്ട് കരയുന്നത്. പതാകത്തിനൊക്കെ പറയുന്ന കണക്ക് ഒരുപക്ഷെ നമ്മുടെ ദേവാലയങ്ങളിൽ വീഴുന്ന കണ്ണീരുകളെല്ലാം ശേഖരിച്ചിരുന്നെങ്കിൽ, വിശേഷം സ്ത്രീകളുടെ കണ്ണീരുകളൊക്കെ ശേഖരിച്ചിരുന്നെങ്കിൽ അത് 7 കടലിനും മീതെ ആയിപ്പോയിന്. കാരണം മനുഷ്യന്റെ സങ്കടങ്ങൾ ഇയാൾ ഗൗരവമായിട്ട് എടുത്തു. എവിടൊക്കെയാണ് മനുഷ്യർ തങ്ങളുടെ പരിക്കുകൾ കാണിക്കാനായിട്ട് തയ്യാറാവുന്നത്, അവിടെയൊക്കെ ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പരിക്കുകൾ ഗൗരവമായിട്ട് എടുക്കാത്ത ഒരിടത്തിലും നമ്മളെ എക്സ്പോസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയില്ല. ഏത് കൊമ്പനാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നമ്മൾ മറച്ചു പിടിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ സങ്കടങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളുടെ മുമ്പിൽ മാത്രമാണ് ഞാൻ എന്റെ സങ്കടങ്ങളെ തുറന്നു വെക്കുക. സങ്കടങ്ങളില്, പരിക്കുകളിൽ ലജ്ജിക്കാനൊന്നുമില്ലെന്ന് ക്രിസ്തു ഭൂമിയെ ഓർമ്മിപ്പിച്ചു. തന്റെ വൈകാരികത ഇത്രമാത്രം വെളിപ്പെടുത്തിയൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. പൊതുവെ ഗുരുസങ്കല്പം പോലും അല്ല ഇത്. പൊതുവെ ഗുരുക്കന്മാരെ കുറിച്ച് നമ്മുടെ സങ്കല്പം എന്താണ്? വളരെ സാച്ചുറേറ്റഡ് ആയ മനുഷ്യരാണ്. അവർക്ക് ഇങ്ങനെ സങ്കടങ്ങളോ നൈരാശ്യമോ ഒന്നും അനുഭവപ്പെടില്ല. അവരിങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള മനുഷ്യരാണ്. പക്ഷെ ക്രിസ്തു ഇതൊക്കെ വെളിപ്പെടുത്താനായിട്ട് തയ്യാറായി. അല്ലെങ്കിൽ ഈ അഗാധ ദുഃഖമൊക്കെ എത്ര നന്നായിട്ടാണ് അയാൾ സംവേദനം ചെയ്തത്. എന്റെ ഹൃദയം മരണത്തോളം അഗാധമാണെന്നൊക്കെ പറയാനായിട്ട് അയാൾ ധൈര്യപ്പെട്ടു. ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാണ്, എന്നോട് പുണർന്നിരിക്കാനെന്ന് ആവശ്യപ്പെടാനുള്ള വിനയം അയാൾക്കുണ്ടായിരുന്നു. നല്ലൊരളവിൽ ക്രിസ്തുവിന്റെ ബന്ധം ഇത്രയും ദൃഢമായത് അപ്പോസ്തലന്മാരോടൊപ്പം ആയിക്കൊള്ളട്ടെ, ആ ദേശത്തോടൊപ്പം ആയിക്കൊള്ളട്ടെ, അവൻ അനുഗമിച്ച സ്ത്രീകളോടൊപ്പം ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ കാരണം ക്രിസ്തു തന്നെ വെളിപ്പെടുത്താനായിട്ട് തയ്യാറായെന്നുള്ള സ്വന്തം ക്ഷതങ്ങളെ വെളിപ്പെടുത്തുന്നതിനകത്ത് ഒരു കുഴപ്പവുമില്ലെന്ന് അവൻ ഭൂമിയെ പഠിപ്പിച്ചു. എന്തിനാ? അതിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തു മനുഷ്യരെ. വളരെ അടുത്ത് അവൻ അനുഗമിക്കാനായിട്ട് വന്നവരോടൊക്കെ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാ എന്റെ പാനപാത്രത്തിൽ പങ്കുചേരാൻ. എന്താ പാനപാത്രം എന്ന് പറയുന്നത്? പാനപാത്രം എന്ന് ബൈബിളിൽ പറയുമ്പോൾ ദുഃഖം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ പാനപാത്രം എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? ഈ പാനപാത്രം നീ സ്വീകരിച്ചവരെന്നുള്ള അർത്ഥം എന്താണ്? ദുഃഖം എന്നൊക്കെ തന്നെ, കഠിന ദുഃഖം എന്നൊക്കെ തന്നെ. ആ കഠിന ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് തയ്യാറുള്ള ചിലരൊക്കെയാണ് അയാൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഈ വിശുദ്ധ ജീവിതം ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് എങ്ങനെ സങ്കടങ്ങളിൽ നിന്ന് മാറി നടക്കാവുന്നുള്ള. അപ്പൊ ഈ വിശുദ്ധരൊക്കെ ഇങ്ങനെ സങ്കടങ്ങൾക്ക്, സഹനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഭയം തോന്നി. കുറച്ച് മനഃശാസ്ത്രമൊക്കെ പഠിപ്പിച്ച് നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ വളരെ പെർവേഴ്സിറ്റി ഉള്ള മനുഷ്യരാ. ഒരുതരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷാദത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യര്, ഒരുതരം മെലങ്കോളിക് ബൈൻഡുള്ള മനുഷ്യര്. പക്ഷെ ഇപ്പൊ ജീവിതത്തിന്റെ ഒരു 40കളിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. കാരണം ഈ വിശുദ്ധർ എപ്പോഴും കരുതിയിരുന്നത് തങ്ങൾ നസ്രത്തിൽ യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരാ. നല്ല സ്നേഹിതർക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, തങ്ങളുടെ ഉറ്റവർ എന്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ ആ അനുഭവങ്ങളിൽ കടന്നു പോകാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജയമോഹൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളൊരു എഴുത്തുകാരനുണ്ട്. ബേസിക്കലി തമിഴാണ്, പക്ഷെ നല്ല മലയാളം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജയമോഹൻ. വളരെ ഡിഫറെന്റ് ആയ ഒരു മനുഷ്യനാണ്. ജയമോഹൻ തന്റെ അച്ഛനെ അനുസ്മരിക്കുന്നത് ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അച്ഛൻ ഇങ്ങനെ വളരെ കഠിന ഹൃദയമുള്ളൊരു മനുഷ്യനാണ് പറഞ്ഞത്. അമ്മയൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ ആകാശത്തിലിടിക്കുന്നൊക്കെ അയാൾ തന്നെ എഴുതുന്നത്. അത്രയും എന്താ പറയുന്നത്, നിഷ്ഠൂരതയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്നിട്ട് ഇയാളുടെ ബാല്യത്തിലെ ഒരു കാര്യം പിന്നീട് അയാൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ചെറുപ്പത്തിൽ ഈ മനുഷ്യന് പോളിയോ വരിക, കുറെ അധികം മാസങ്ങളോളം വൈദ്യര് പഥ്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഉപ്പില്ലാത്ത ചോറ് ഈ മുരിങ്ങയിലയൊക്കെ ഇട്ട് വേവിച്ച് കഴിക്കാന്നുള്ള.
അത് കഴിച്ച ദിവസങ്ങൾ ഓർക്കുമ്പോൾ ഈ മനുഷ്യൻ ഇപ്പൊ പോലും എന്ത് ചെയ്യുന്ന ഓർക്കുമ്പോൾ ആ ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം അത്രയും ചെറുപ്പത്തിലൊക്കെ കഴിക്കാന്ന് പറഞ്ഞ അത്ര നല്ല കാര്യമൊന്നുമില്ല, സുഖമുള്ള കാര്യമൊന്നുമില്ല. അച്ഛനെന്ന് പറയുന്നത് ഈ മീനില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അയാളുടെ ഭാര്യ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ പേര് മീനാക്ഷി എന്നായിരുന്നെങ്കിൽ അയാൾക്ക് കുറെ കൂടി ഇഷ്ടമാവെന്നൊക്കെ പറയുന്ന വിധത്തിൽ ഇയാളുടെ മീൻ കമ്പത്തെ കുറിച്ച് പരിഹസിക്കുന്ന പോലും ഉണ്ട് ആ സ്ത്രീ. എന്നിട്ടോ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീ പറയാനടാ, നിനക്കൊരു കാര്യം അറിയാവോ, നീ അത്രയും മാസങ്ങള് ഇങ്ങനെ ഈ ഉപ്പില്ലാത്ത ചോറ് ഈ മുരിങ്ങയിലേക്ക് ഇട്ട് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അപ്പൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ മീനില്ലെങ്കിൽ ഇറങ്ങാത്ത മനുഷ്യനാണ്, അയാളും ആ ചോറ് തന്നെയാണ് തിന്നത്. ഇത്ര പെട്ടെന്നാണ് ഒരു മകന് അപ്പനെ കുറിച്ചുള്ള മുൻവിധികൾ മാറിക്കിട്ടുക. അപ്പോൾ ഏതൊരു സ്നേഹത്തിനകത്തും ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങളുടെ ഉറ്റവര് കടന്നുപോയ അനുഭവങ്ങളിലൂടെ പ്രവേശിക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു സന്നദ്ധത. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നമ്മളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാ, എന്നിട്ടും ആ നാട്ടുകാരെ പറഞ്ഞ ഒരു കുഞ്ഞു സംഭവം അറിയാം. നാട്ടില് ഒത്തിരി പേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സ്വന്തമായിട്ട് ക്ഷേത്രമൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ കുലീനായ ഒരു അമ്മയുണ്ട്. ആ വീട്ടിലെ ഇളയ മകന് ഈ കുറച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ അന്ന് സംശയിക്കുന്ന ആരെയും പിടിച്ചോണ്ട് പോകുന്നൊരു കാലമായിരുന്നു അത്. അയാൾ തടവിലായിരുന്നു. ഒരു 4 മാസം എങ്കിലും ഈ വ്യക്തി തടവിലായിരുന്നു. ഈ 4 മാസക്കാലം ഈ അമ്മ സിമന്റ് തറയിൽ കിടന്നുറങ്ങി. ആരെങ്കിലും വന്നിട്ട് എന്തായാലും ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ സമാധി കൂടാതിരിക്കാൻ വേണ്ടി, സിദ്ധി കൂടാതിരിക്കാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും ഒരു കവിള് കഞ്ഞി കുടിച്ചു. നാട്ടുകാർ വന്നിട്ട് പറയുന്നു, അമ്മ നിങ്ങൾക്ക് ഒത്തിരി രോഗങ്ങളുണ്ട്, വാദത്തിന്റെ ഒക്കെ അസ്കതയുണ്ട്, നിങ്ങൾ കട്ടിലേക്ക് കയറി കിടക്കുക, എന്തിനീ സിമന്റ് തറയിൽ കിടക്കണ, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഈ സ്ത്രീ പറയും, ഇല്ല, അത് ശരിയാവുന്ന പ്രശ്നമില്ല. കാരണം എന്റെ മകൻ അവൻ അവിടെ സിമന്റ് തറയിലൊക്കെ കിടക്കുന്ന എന്റെ കേൾവിയെ, അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇതിനെ വിളിക്കാവുന്ന വാക്ക് ഭ്രാന്തെന്ന്. എവിടെയോ ഒരുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്, തടവറ കിടക്കുന്നതിന്റെ പേരിൽ ദൂരെ ഒരിടത്ത് ഒരു സ്ത്രീ എന്തിനാ പട്ടിണി കിടക്കണം? എന്തിനാണ് അവർ സിമന്റ് തറയിൽ കിടക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് ഭ്രാന്ത. പക്ഷെ ഇതിന് വേണമെങ്കിൽ സ്നേഹം കൂടി വിളിക്കാൻ പറ്റും. സ്നേഹത്തിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മളുടെ ഉറ്റവര് കാണിക്കുന്ന ഒരു ആഭിമുഖ്യം. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധര് ഈ പഞ്ചക്ഷരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ ഈ പ്രായത്തിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിന് ഒരു പ്രതലം കൂടി കണ്ടാൽ നമുക്ക് ആ വിചാരത്തെ പൂർണ്ണമാക്കാവുന്നേ ഉള്ളൂ. ക്രിസ്തു സ്വീകരിക്കുന്ന നിലപാടാണ് നമ്മൾ പറയുന്നത്. തോമസിന്റെ നിലപാട് സൗന്ദര്യമുള്ളത് തന്നെ. ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് തോമസ് ഇങ്ങനെ ക്രിസ്തുവിന്റെ തിരുവിലാവിൽ കൈയിട്ടൊക്കെ നിൽക്കുന്നതായിട്ട്. ഞാൻ വിചാരിക്കുന്നു അതൊരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും സുവിശേഷത്തിൽ അങ്ങനെ ഒരു വരിയില്ല. കാരണം ഒരാൾ തന്റെ മുറിവുകളെ കാണിക്കാനായിട്ട് ധൈര്യപ്പെടുമ്പോൾ പിന്നെ അതിന് മീതെ സ്കെപ്റ്റിക്കൽ ആവുക എന്ന് പറയുന്ന ഭൂമിയിൽ ഒരു ഹീനായ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന, ഒരു ഏറ്റവും മോശപ്പെട്ട മനുഷ്യ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തോമസിന്റെ റെസ്പോൺസ് ആണ് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് വായിച്ചെടുക്കേണ്ടത്. ക്രിസ്തു തന്റെ മുറിവുകളെ കാണിച്ച ഉടനെ ഈ മനുഷ്യൻ ഇങ്ങനെ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ കർത്താവേ. ഇത് ക്രിസ്തുവിന്റെ മുറിവുകൾ മാത്രമല്ല, മനുഷ്യരുടെ മുറിവുകളൊക്കെ കാണാനായിട്ട് നിങ്ങൾക്കൊരു ഉൾക്കണ്ണ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിലവിളിക്കാതെ വേറെ തരമില്ല. അതിലേക്ക് അങ്ങനെ പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പലരെയും ഇങ്ങനെ ഭയങ്കര മോശപ്പെട്ടതായിട്ടും ഭയങ്കര നാഗിങ് ഒക്കെ ആയിട്ട് ഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മുറിവുകളെ കുറിച്ച് നമുക്ക് ധാരണയില്ല. ഈ മുറിവുകളെ കുറിച്ച് ധാരണ കിട്ടുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ദൈവമേ, ഇത്രയും പരിക്ക് പറ്റിയിട്ട് ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ, ഇയാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല, ഇയാൾക്ക് എന്തുകൊണ്ട് ഭ്രാന്ത് പിടിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യന്റെ മുറിവുകളെയും നോക്കിയിട്ട് നമുക്ക് വിളിക്കാവുന്ന നിലവിളിയാണ്, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എങ്ങനെ ഈ മനുഷ്യൻ ഇതിനെ അതിജീവിച്ചു. ഇതിലേക്ക് പ്രവേശനം കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഗാർഹിക ബന്ധങ്ങളൊക്കെ എന്തുമാത്രം അസ്വസ്ഥമാവുന്നുണ്ടെന്ന് അറിയാവോ? ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഒരു വീടിനകത്ത് എല്ലാ കാര്യങ്ങളും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ടും ഉടനീളം അയാൾക്ക് ആവശ്യത്തിലേറെ ഒരു ശല്യം, ആവശ്യത്തിലേറെ നാഗിങ് അയാളുടെ ഭാര്യ കൊടുക്കുന്നുണ്ട്. അതൊരു അനുപാതം ഇല്ലാത്ത ഒന്നാ. സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഒത്തിരി സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇവരെ ഒന്ന് നേരിടാനായിട്ട് തീരുമാനം. നമ്മൾക്ക് എന്താ പറ്റുന്നത്? മറ്റേത് വീടിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കരുതലൊക്കെ ഇയാൾ പുലർത്തുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ഇത്രയും നാഗിങ്? പറഞ്ഞു വരുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറ്റിയത്? ഇവർക്ക് അത്ര സുരക്ഷിതമുള്ള ഒരു ബാല്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പൻ വളരെ ചെറുപ്പത്തിൽ 3 ചെറിയ പെൺകുട്ടികളെയും അമ്മയും മാത്രം വിട്ടിട്ട് എങ്ങാണ്ട് പോയി കളഞ്ഞ. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വീട് തുഴയുന്നത് ഈ സാധു സ്ത്രീ കണ്ടിട്ടുണ്ട്. മുതിർന്നു കഴിയുമ്പോഴും ഈ പരിക്കിനകത്തുനിന്ന്, തന്റെ ബാല്യത്തിലെ പരിക്കിൽ നിന്ന് അവൾക്ക് മോചനമില്ല. അതുകൊണ്ട് എവിടെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഒരു ചെറിയ അടയാളം കാണുമ്പോൾ ഇവർ റെസ്റ്റ്ലെസ് ആവുക, ഇവർ പൊട്ടിത്തെറിക്കുക, ഇവർ താങ്ങാൻ പറ്റാവുന്ന വിധത്തിൽ ഹീനമായിട്ട് നമ്മളോട് പ്രതികരിക്കുക. പക്ഷെ ഇപ്പൊ അവളുടെ ആ അരക്ഷിതം അവസ്ഥയുള്ള ബാല്യത്തിലേക്ക് ഒരു ജാലകം തുറന്നു കെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അവൾ എന്തനുഭവപ്പെടാൻ സാധ്യതയുണ്ട്? അസാധാരണമായ കാരണം അനുഭവപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. കാരണം സങ്കടങ്ങളുടെ മീതെ നിൽക്കുന്ന ഒരാളുടെ മീതെ ശടിക്കാനായിട്ട്, അയാളെ വിധിക്കാനായിട്ടൊന്നും മനുഷ്യ അവകാശമില്ല. എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ചെറിയ കാര്യം ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ദാമ്പത്യത്തിന്റെയൊക്കെ ആദ്യ ചില ആഴ്ചകൾ, ചില മാസങ്ങളോളം ഒരു പുരുഷനെയും സ്ത്രീയും ഒക്കെ സമൂഹം
അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സ്വകാര്യതയ്ക്കും വേണ്ടി നല്ല അളവിൽ വിട്ടുകിടക്കുന്നുണ്ട്. നമ്മള് മധുവിധുകാലം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് യാത്രകൾക്കും സൗഹൃദങ്ങൾക്കും ഊഷ്മളതയ്ക്കും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഞാൻ വിചാരിക്കുന്നു ആ കാലത്തിനകത്ത് രണ്ടുപേരും പരസ്പരം ചോദിച്ചു തുടങ്ങണം, എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായിരുന്നോ, എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും പരിക്ക്, എവിടെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് നടന്ന ഒരു അവസരം, എവിടെങ്കിലുമൊക്കെ അനുഭവിച്ച ഫ്രസ്ട്രേഷൻസ്, വീടിനകത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടിട്ടുണ്ടോ? എത്ര നല്ലതായിരിക്കും ആ കാലം. അങ്ങനെ ഒരു ബന്ധം ഒന്ന് ആരംഭിച്ച് നോക്കൂ, എത്ര ദൃഢമായിരിക്കും ആ ബന്ധം. അപ്പോൾ മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, എപ്പോഴും ലഭിച്ച പരിക്കുകൾ. അതിലേക്ക് കാണാനായിട്ട് നമുക്ക് സംയമനമോ ധ്യാനമോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനകത്ത് വല്ലാതെ ക്ലേശിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ ആ സങ്കടങ്ങളെ നോക്കിയിട്ട് തോമസ് പറഞ്ഞ കണക്ക് പറയാനായിട്ട് പറ്റണം, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ചെറിയ പെൺകുട്ടി അതിനൊക്കെ അതിജീവിച്ചല്ലോ, എത്ര നന്നായി. അപ്പൊ അത് അതിന്റെ ഒന്നാമത്തെ ഒരു പ്രതലമാണ്. രണ്ടാമതായിട്ട് ഈ സങ്കടങ്ങളുടെ പേര്, പരിക്കുകളുടെ പേരിൽ ലജ്ജിക്കാനൊന്നുമില്ലെന്ന് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന നല്ലതാണ്. വിശേഷിച്ചും കുഞ്ഞുമക്കളൊക്കെ തങ്ങൾ ജീവിക്കുന്ന ആ പുതിയ കുടുംബ ബന്ധങ്ങളിൽ അവർക്കിങ്ങനെ പങ്കുവയ്ക്കാനായിട്ടൊന്നും ആരുമില്ല. പതുക്കെ അവരുടെ സങ്കടങ്ങൾ കൊണ്ട് അവരുടെ ഹൃദയം കടുത്തോണ്ടിരിക്കുക. വലിയൊരളവിൽ വിഷാദത്തിലേക്ക് വഴുതിപ്പോകാൻ സാധ്യതയുള്ള കുഞ്ഞുമക്കളാണ് ഇപ്പോൾ നമ്മുടെ ഭവനാങ്കണങ്ങളിലൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കിത് പറയാനായിട്ട് ഒരു സ്പേസ് ഇല്ല, വിദ്യാലയങ്ങളിൽ സ്പേസ് ഇല്ല. ഒരുപക്ഷെ ഈ പഠിപ്പെന്ന് പറയുന്ന മത്സരത്തിൽ പെട്ടുപോയത് കൊണ്ട് ഇവർക്ക് കൂട്ടുകാരില്ല. ഇവരെ വളർത്താനുള്ള തിരക്കിനിടയിൽ മാതാപിതാക്കന്മാർക്ക് ഇവരെ കേൾക്കാൻ സമയമില്ല. അപ്പൊ ഇതിനകത്ത് ലജ്ജിക്കാനൊന്നുമില്ലെന്ന് ഒന്ന് പറയുന്നത് നല്ലതാ. ആ കുഞ്ഞുങ്ങളോടൊക്കെ അതുകൊണ്ടാണ് ഈ കഥ നല്ല സ്നേഹത്തോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനകത്ത് നിന്ന് അവർക്ക് പ്രകാശം കിട്ടാറുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, 2 കുടങ്ങളുടെ കഥയാണ്. വടക്കേലിലേക്കുള്ള ശീലം നിങ്ങൾക്കറിയാം. പുഴയിൽ നിന്ന് ഒരു മുളന്തണ്ടിന്റെ ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെ കുടം കെട്ടി ഇങ്ങനെ വയലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന രീതി ഉണ്ടല്ലോ. കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിനിടയിൽ ഒരു കുടം വല്ലാതെ ചിന്നിയിട്ടുണ്ട്. ചിന്നിയ കുടത്തിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, 4 വെള്ളം പോലും വയലിലെത്തില്ല. എന്നിട്ടും ഒരു മഹാകാരുണ്യത്തിന്റെ പേരിൽ ആ കൃഷിക്കാരൻ ഈ ചിന്നിയ കുടത്തെ ഉപേക്ഷിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് മനുഷ്യർ തരുന്ന അമിതമായ കരുണയും അമിതമായ വാത്സല്യം നമ്മളെ ഭാരപ്പെടും. പക്ഷേ നമുക്ക് അതിന് അർഹതയില്ലാതെ പോകുമ്പോൾ ചിന്നികുടത്തിന് അത് നന്നായിട്ട് മനസ്സിലായി. ചിന്നികുടം യജമാനോട് പറഞ്ഞു, നിന്റെ കരുണ കൊണ്ട് നീ കാണും, പക്ഷെ ഈ കാരണം എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്, നീ എന്നെ ഉപേക്ഷിച്ച് കളയ. കാരണം 4 വെള്ളം പോലും ഞാൻ ഈ വയലിലെത്തിക്കുന്നില്ല. കമ്പോളത്തുനിന്ന് ഏറ്റവും നല്ലൊരു കുടം വാങ്ങി നിനക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ചിന്നികുടത്തോട് യജമാനൻ പറഞ്ഞു, ചിന്നികുടമേ, നീ വരുന്ന വഴിത്താരെന്ന് നോക്ക്. ചിന്നികുടം ആദ്യമായിട്ട് അത് വരുന്ന വഴിത്താരം നോക്കാം. രണ്ട് വഴികളുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് പല നേരങ്ങളിലായിട്ട് ഇങ്ങനെ ജലം വീണ് ഈ ഇടം നനവുള്ളതായിട്ട് മാറി. നനവുള്ള എല്ലായിടത്തിലും പച്ച ഉണ്ടാവും, പച്ചയുള്ള എല്ലായിടങ്ങളിലും പൂക്കളുണ്ടാവും. ഒരു വശം നിറയെ പൂക്കളാ. ഈ പറയണ പൂർണ്ണകുംഭം, ഒരു ജിനലും ഇല്ലാത്ത ആ കുടം പോയ വഴിയിൽ ഒരു പുൽനാമ്പ് പോലും ഉണ്ടായിട്ടില്ല. മനുഷ്യരെ ആ സർഗാത്മകമായിട്ട് സൂക്ഷിക്കുന്നത്, ക്രിയേറ്റീവായിട്ട് സൂക്ഷിക്കുന്നത്, എഴുത്തുകാരാക്കി മാറ്റുന്നത്, പാട്ടുകാരാക്കി മാറ്റുന്നത്, സ്നേഹസമ്പന്നനാക്കി മാറ്റുന്നതൊക്കെ അവരുടെ പരിക്കുകളാണെന്ന് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുമക്കൾക്ക്. കണ്ടിട്ടില്ലേ, ആ മുളന്തണ്ടി വീഴുന്ന പരിക്കുകളാണല്ലോ സംഗീതമൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ സ്വന്തം ആ പരിക്കുകൾ വെളിപ്പെടുത്തുന്നതിനകത്ത് ലജ്ജിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു സംസ്കാരം കുഞ്ഞുമക്കൾക്ക് രൂപപ്പെടുത്തി കൊടുക്കുന്ന നല്ലതായിരിക്കും. ഞാൻ വായിച്ചൊരു പുസ്തകത്തിനകത്ത് ഒരു കഥാപാത്രം ചോദിക്കുന്ന കണക്ക്, ഇഫ് ഐ റിവീൽ മൈസെൽഫ് വിൽ യു ഹേറ്റ് മീ ഓൾ ദ മോർ? ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ വെറുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ എന്നെ കൂടുതൽ വെറുക്കുവോ? ഇല്ല. നിന്റെ സങ്കടങ്ങളെ വെളിപ്പെടുത്തുന്ന വഴിയായിട്ട് നീ എനിക്ക് കുറെ കൂടി ആദരപൂർണമായ ഒരു വ്യക്തിയായിട്ട് മാറുമെന്ന് പറയുന്ന ശരീരഭാഷ നിങ്ങൾക്കുണ്ടാവുന്ന കാലത്ത് മാത്രമേ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഉറ്റവരും നിങ്ങളുടെ കൂട്ടുകാരിയും ഒക്കെ അവരുടെ സങ്കടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയുള്ളൂ. പിന്നെ വലിയൊരു ബാധ്യതയാണ് ഈ സങ്കടങ്ങൾ വെളിപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് ഈ കുമ്പസാരം എന്നൊക്കെ പറയുന്ന ഒരു കൂദാശയുടെ ഒക്കെ സൗന്ദര്യം നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇന്ന് ഈ കുമ്പസാരം എന്നൊക്കെ പറയുന്നത് അത്ര ധ്യാനമില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ വലിയ ഫലിതമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. സിനിമകളിലൊക്കെ അതാണ് അതിന്റെ ഒരു ഫലിതത്തിന്റെ ഒരു രീതിയൊക്കെ പോകുന്നത്. പക്ഷെ എന്താ കുമ്പസാരം എന്ന് പറയുന്നത്? ചില മനുഷ്യര് അവരുടെ വൾണറബിലിറ്റി, മുറിവെന്ന് പറയുമ്പോൾ ഈ പറയണ കണക്ക് സങ്കടങ്ങൾ മാത്രമല്ല, ഈ പാപത്തിന്റെ മേഖലകളും ഒക്കെ വൾണറബിലിറ്റി അല്ലേ. അത് വെളിപ്പെടുത്തുന്ന ആ വെളിപ്പെടുത്തിയ ഇടത്തെ ഏറ്റവും ഗൗരവമായിട്ട് സൂക്ഷിക്കുന്ന, ഇങ്ങനെ തല പോയാലും അതിനകത്ത് ഒരു സുരക്ഷിതത്വവും അതിനകത്തൊരു പ്രൈവസിയും ഉറപ്പ് കൊടുക്കുന്ന ഒരിടത്തിന്റെ പേരല്ലേ കുമ്പസാരക്കൂട്. എത്ര നല്ലൊരിടമാണ് ഈ കുമ്പസാരക്കൂട്. അപ്പൊ അത് കണക്ക് ഈ കുമ്പസാരക്കൂട് കണക്കുള്ള മനുഷ്യൻ ഉണ്ടാവട്ടെ. മനുഷ്യരുടെ സങ്കടങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചങ്കി മാത്രം കിടക്കണം. അല്ലാതെ അതിന്റെ പേരിൽ പിന്നീട് അവരെ വിധിക്കരുത്, അതിന്റെ പേരിൽ അവർ ലജ്ജിക്കാനായിട്ട് അനുവദിക്കരുത്. രഹസ്യങ്ങളെ, കുമ്പസാര രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ടാവട്ടെ. ഞാൻ ഈ കണ്ട ആ വിചാരങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഒരു ബന്ധം ദൃഢമാകുന്നതിന്റെ അടയാളമാണിത്. എവിടെങ്കിലും വെച്ച് ഒരാൾ പറയുകയാണ്, വരിക, എന്റെ ക്ഷതങ്ങളിലേക്ക് നോക്കുക. ആ ക്ഷതങ്ങളിലേക്ക് നോക്കുമ്പോൾ അയാളുടെ ആന്തരിക ലോകത്തെക്കുറിച്ച് നമുക്ക് ധാരണ കിട്ടുന്നു.
ആ നിമിഷം തൊട്ട് ഈ ബന്ധത്തിന് എന്തൊരു ആഴമാണ് കിട്ടുന്നത്, എന്തൊരു ഡെപ്ത് ലെവലിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരാള് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ട നിലപാടിതാണ്. ഒന്ന്, ഇങ്ങനെ ചങ്കി കൈവച്ചുകൊണ്ട് നിലവിളിക്കണം, ദൈവമേ ഇത്രയും സഹിച്ചു ഈ മനുഷ്യൻ, എന്നിട്ടും അയാൾ ജീവിക്കുന്നല്ലോ, എത്ര നല്ല കാര്യമാണത്. രണ്ടാമതായിട്ട്, സ്വന്തം സങ്കടങ്ങളെ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ലജ്ജിക്കാനൊന്നുമില്ലെന്നുള്ള ഒരു ശരീരഭാഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ചിന്നിയ കുടങ്ങളുടെ കഥയൊക്കെ ആ മക്കളോട് പറയുക. ഒടുവിലായിട്ട് ഈ പരിക്കുകളെ കുറിച്ച് നിങ്ങളോട് ഒരാൾ വെളിപ്പെടുത്തുമ്പോൾ അതിനെ ഒരു കുമ്പസാരം രഹസ്യം കണക്ക് ചങ്കിൽ സൂക്ഷിക്കുക. അത്രയുമെങ്കിലുമൊക്കെ നമുക്ക് ആവേണ്ടതല്ലേ? ജീവിതം പ്രഭാമയം സന്നിധാനം.